ഈ മനസ്സിലൊരു വിഷമം വരുമ്പോൾ നിരന്തര ഉപാസനയുടെ ശക്തി കൊണ്ട്, നിങ്ങളിലെ ഉപബോധ മനസ്സിന്റെ ശക്തി കൊണ്ട് ആ ചിന്തകളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കഴിവല്ലേ ഇത്? അതൊരു എവല്യൂഷൻ അല്ലേ? ഒരു പരിണാമമല്ലേ? ആണോ? സ്വയം ചിന്തിക്കൂ നിങ്ങൾ. അതായത് ചിന്തയിൽ കുരുങ്ങി നിൽക്കുന്നവനും ചിന്തയെ മറികടന്നവനും രണ്ട് തട്ടിലല്ലേ നിൽക്കുന്നത്? ആണോ? ആരാ ലോവർ ലെവലിൽ നിൽക്കുന്നത്? ആ ചിന്തയിൽ കുരുങ്ങി നിൽക്കുന്നവൻ താഴെ തലത്തിലും, ചിന്തയെ മറികടക്കുന്നവൻ. അതുകൊണ്ടാണ് താഴെയുള്ള മനസ്സിനെ എപ്പോഴും പറയുന്ന പേര് ഉപബോധം എന്നാണ്. എന്താണ് ഉപബോധം? സബ് കോൺഷ്യസ് മൈൻഡ്സ്. അത് വളരെ ചേർന്ന് കിടക്കുകയാണ് നമ്മുടെ ബോധമനസ്സിനോട്. അതുകൊണ്ടാണ് ബോധമനസ്സ് പെട്ടെന്ന് അതിലേക്ക് കണക്ട് ആവുന്നത്. എന്നാൽ മറ്റേത് കുറേയും കൂടിയും ആഴത്തിലുള്ളതാണ്. ഏത്? അവബോധ മനസ്സ്. അത് കിട്ടണമെങ്കിൽ നല്ലവണ്ണം ആഴത്തിലേക്ക് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും നാമജപത്തിൽ ഏകാഗ്രതയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അവബോധ മനസ്സിനെ നമുക്ക് കൂടെ വന്നില്ലേ നിങ്ങൾ ഉണർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ.